ഹായ്, നമ്മുടെ ടേസ്റ്റ് ഓഫ് കോട്ടയത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ കേട്ടോ. ഇതാണ്ട് നമ്മൾ തിരുവോണത്തിനുള്ള നമ്മുടെ പൂക്കളം തയ്യാറാക്കുവാണ്. അപ്പോൾ എല്ലാവരും പൂക്കളമൊക്കെ തയ്യാറാക്കിയോ? അപ്പോൾ നമുക്ക് ഈ പൂക്കളം നല്ലപോലെ ഇട്ട് നമുക്ക് റെഡിയാക്കാം. അപ്പം എല്ലാവരും ഓണത്തിനൊക്കെ റെഡിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസ ഒരിക്കൽ കൂടി പറയുന്നു. തിരുവോണത്തെ പറ്റി തിരുവോണമൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഫീലിംഗ് ആയിപ്പോയി. ഞാനൊരു കോട്ടയം കല്ലറക്കാരിയാണ്. എൻ്റെ നാട്ടിലെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കല്ലറയിലായിരുന്നു. അവിടെയൊക്കെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇന്നുവരെയും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ഓണം അനുഭവിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഓണക്കാലം, അതായത് അത്തം തൊട്ട് തുടങ്ങും പരിപാടികൾ, ഓണപ്പരിപാടികൾ. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാവോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഓണക്കാലം. കാരണം എന്ന് വെച്ചാൽ 3 ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബ് വഴി ഞങ്ങൾ ഈ ഓണ സമയത്ത് ഓടി നടക്കുക, എവിടെ പോയി പരിപാടി കാണണം. അതുപോലെ തന്നെ അത്തം തുടങ്ങുമ്പോൾ ഒരു 10 വീട് കൂടുന്നിടത്ത് ഞങ്ങൾ 7 മണിയാകുമ്പോൾ അവിടുത്തെ അമ്മമാരെല്ലാം കുളിച്ച് റെഡിയായി നല്ല ഡ്രസ്സും ധരിച്ച് നിൽക്കും. ഈ ഓണത്തിനുള്ള ഒരു വട്ടക്കളി എന്ന് പറയും. സ്ത്രീകളെല്ലാം ഇങ്ങനെ ചുറ്റും കൂടി നിന്ന് കളിക്കുന്ന അതൊരു 1.5 മണിക്കൂറുണ്ട്. അത് അത്തം തൊട്ട് തിരുവോണം വരെ ഉണ്ട് ആ കളി. തിരുവോണത്തിൻ്റെ അന്ന് ഫുൾ ടൈം ഒരു സൈഡിൽ ഈ വട്ടക്കളിയാണെങ്കിൽ ഒരു സൈഡിൽ മറ്റുള്ള പരിപാടികളെ. സത്യം പറഞ്ഞാൽ എനിക്ക് മറക്കാനാവാത്തൊരു ഓണക്കാലമാണ്. അതിന് ശേഷമൊക്കെ എന്ന് വെച്ചാൽ എന്തുവാ, ഇപ്പം തന്നെ വീടിനുള്ളിൽ തന്നെ ചടഞ്ഞിരുന്ന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കും, കഴിക്കും, പിന്നെ കുറേ TV കാണും. അല്ലാതെ എന്ത് ഓണം എന്നൊക്കെ പറയുന്നത് അതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ കല്ലറയിലെ ഓണങ്ങൾ. ഇപ്പോഴും പറയുമ്പോൾ ഫീലിംഗ് വരും. അപ്പോൾ എൻ്റെ ഇത് കാണുന്ന എൻ്റെ എല്ലാ കല്ലറക്കാർക്കും കേട്ടോ എൻ്റെ 1000 ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും കേട്ടോ എനിക്കൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് കാണുന്ന കല്ലറക്കാരൊക്കെ ഒരു ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. എൻ്റെ നാടെന്നൊക്കെ വെച്ചാൽ എന്നെ അറിയാവുന്നവർക്കറിയാം. ഞങ്ങൾ ഫുൾ ടൈം അവിടെ ഒരു പാണ്ടറക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നാടിനടുത്ത് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പറയാനാവാത്ത വിധത്തിലുള്ള അതൊരു നമ്മുടെ മരണം വരെ മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഒരു 16 വയസ്സ് വരെ. അതിന് ശേഷമാണ് ഞങ്ങളെ കല്ലറയെന്ന് പറഞ്ഞ നാട് ഇന്ന് പോരുന്നത്. അപ്പോൾ ആ ഒരു ഇത്രയും കാലം എന്ന് പറയുന്നത് മരണം വരെ ഓർക്കാനായിട്ട് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ കല്ലറക്കാർക്ക് എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ.